മത്തൻ കൊണ്ടൊരു മത്തങ്ങ പച്ചടി ഉണ്ടാക്കാനാണ്. ഇത് 1/2 കിലോ മത്തങ്ങയാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. കട്ട് ചെയ്ത് ചെറിയ പീസാക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഇത് അരപ്പിനായി 5 ചെറിയ കാന്താരി മുളക്, ഇത് താളിപ്പിനായിട്ടുള്ളതാണ്, 3 ചുവന്ന മുളക്, 1 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യമുള്ള സാധനം കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ, ലേശം മഞ്ഞൾപ്പൊടി, ജീരകം. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഈ പച്ചടി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇനി എല്ലാം അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്നതിനായി ചെറിയ കഷ്ണം ആക്കി. പിന്നെ ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് തൈരും കൂടെ വേണം. തൈരെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മത്തങ്ങ വേവാൻ ആവശ്യമുള്ള വെള്ളം എന്നിവ ഒഴിച്ച് ഇളക്കിയ ശേഷം നമുക്ക് 2 പച്ചമുളക് ഇതും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ കടുകും ഉലുവായും ചേർക്കണം. കടുക് വേണം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറെടുത്ത് 2 ചുവന്നുള്ളി, 5 ചെറിയ കാന്താരി മുളക്, 1/4 ടീസ്പൂൺ ജീരകം. ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുമിയതും, അതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയൊക്കെ ഒരുവിധം അരച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ആദ്യമേ നമ്മൾ കടുകിട്ടെങ്കിൽ അതിന് ഭയങ്കര കയ്പ്പ് രുചിയായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. കടുകിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. മത്തങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കാം. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാം. എല്ലാം നല്ലതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് ഇളക്കാം. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് ചേർക്കാം. വെള്ളമെല്ലാം വറ്റിക്കൊടുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായി ഒന്ന് തണുത്ത ശേഷം നമുക്ക് തൈര് ചേർക്കാം. തണുക്കട്ടെ. മത്തങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 കപ്പ് തൈര് ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. മത്തൻ പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറവാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇളക്കി കൊടുക്കാം. മത്തൻ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക്
ഒന്ന് താളിച്ച് ചേർക്കാം. ഇതിനായി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ, അര ടീസ്പൂൺ കടുക്, ശേഷം 3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കറിയിലോട്ട് ചേർക്കാം. അപ്പോൾ തന്നെ അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടപ്പം തുറക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മത്തൻ പച്ചടി റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മത്തങ്ങ പച്ചടി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. മത്തങ്ങ പച്ചടി റെഡി. ഈ മത്തങ്ങ പച്ചടിയിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചെറിയൊരു കഷ്ണം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും ഇതിൽ ചേർത്തിട്ടില്ല.